എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് PhD ചെയ്യുമ്പോൾ നമ്മൾ ഏത് രാജ്യത്തേക്ക് അപ്ലൈ ചെയ്യുന്നത്, ഏത് രാജ്യം പ്രിഫർ ചെയ്ത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് പേര് നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ PhD ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്ത് രാജ്യത്തേക്ക് പോകണം, കിട്ടണം, ഏതായാലും നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ പോവാം എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലൂടെ പതുക്കെ പതുക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ രാജ്യങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ തന്നെ നമുക്ക് എത്ര ബുദ്ധിമുട്ടുകളുണ്ട്, എവിടെ കിട്ടാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു പിന്നീട് എൻ്റെ ആപ്ലിക്കേഷൻ ഒക്കെ ഞാൻ ടൈലർ ചെയ്തിരുന്നത്. അപ്പോൾ PhD ചെയ്യാൻ നമുക്ക് എന്താ പറയുക, ഇന്ത്യയിൽ ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് PhDക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. അതിൽ ഇന്ത്യയുടെ കാര്യം ഇപ്പോൾ പറയുകയാണെങ്കിൽ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഏത് ഗ്രൂപ്പിൽ പോയി ചെയ്യുന്നു, സൂപ്പർവൈസർ എങ്ങനെയാണ്, സൂപ്പർവൈസറിൻ്റെ ബിഹേവിയറൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ PhD ചെയ്തത് കോഴിക്കോട് NITയിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസറുടെ കൂടെ ചെയ്തപ്പം പുള്ളിക്കാരത്തിയുടെ അനുഭവം എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. ആ സൂപ്പർവൈസറിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ്റെ കൂടെ ഏകദേശം PhD തുടങ്ങിയിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്ത 11 പേരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാണ്ട് അതുപോലത്തെ സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം PhDയിൽ. ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ പോയി ചെന്നു, പിന്നെ ഒരു വർഷം കൊണ്ട് നമുക്ക് ഇയാളുടെ സ്വഭാവം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ മിനിറ്റിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുക പോരാ. അല്ലാണ്ട് നമ്മൾ പിന്നെയും വീണ്ടും ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ആവറേജ് ഒരു 5 to 7 years ഒക്കെ PhD കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കേണ്ട. അപ്പോൾ അത്ര നാൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആ മൊമെൻറ്റിൽ ഏത് മൊമെൻറ്റിലാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മളൊരു പട്ടീനെ പോലെയാണ് കണക്കാക്കണേ എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് റിസൈൻ ചെയ്യുക, പോവുക, അടുത്ത പരിപാടി വെക്കുക. അതല്ലാതെ നമ്മളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. നമ്മൾ അടിമേനെ പോലെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അപ് ടു യു, നിങ്ങളുടെ ചോയ്സ്. ഇപ്പോൾ ഒരുപാട് നല്ല പ്രൊഫസേഴ്സൊക്കെ നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്, യങ് ആയിട്ടുള്ള നല്ല പ്രൊഫസേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ലോണം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ നല്ലോണം ചോദിച്ച് മനസ്സിലാക്കി മുമ്പത്തെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചറിഞ്ഞ് ഹോണസ്റ്റായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ള ഇതിനൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ രണ്ടാമത് നമ്മൾ ഇന്ത്യയിൽ പിന്നെ നമ്മൾ തിരിച്ചു പോയിട്ട് ഇപ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പോൾ നാട്ടിലൊക്കെ PhD ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ അവരിൽ കുറേ പേര് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PhDക്ക് വരുന്നത് ഇപ്പോൾ നെറ്റൊക്കെ കിട്ടിയതിന് ശേഷം, നെറ്റ് JRF ഒക്കെ കിട്ടിയതിന് ശേഷം, ഓക്കെ എനിക്കൊരു ജോലി അവിടെ റെഡിയാണ്, ഞാനിവിടെ പൈസ കൊടുത്തിട്ടിട്ടുണ്ട്, ഇന്ന കോളേജിൽ പൈസ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു PhD ചെയ്യുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു PhD ചെയ്യുക, അവിടെ പോയി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ല, ചെറിയ ആൾക്കാരൊന്നുമല്ല, ലൈക്ക് ചെറിയ നമ്പർ ഓഫ് ആൾക്കാരൊന്നുമല്ല, കുറേ പേര് ഉണ്ട് അങ്ങനെയുള്ളതിൽ. പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്നുള്ളത്, ഓക്കെ എനിക്ക് റിസർച്ച് ചെയ്യാൻ ഇഷ്ടമാണ്, പിന്നെ എന്ത് മേഖലയിലേക്ക് എനിക്ക് പോകണം എന്നുള്ളത് ഞാനിതുവരെ തീരുമാനിച്ചിട്ടില്ല. അക്കാഡമിയെ മാത്രമല്ല, എനിക്ക് അറിയില്ല എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, പക്ഷേ റിസർച്ച് ജോലിയോട് എനിക്കൊരു താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ എനിക്ക് ഈ അക്കാഡമിയിൽ തന്നെ നിൽക്കണം, പക്ഷേ കുറച്ച് നല്ല എന്താ പറയുക, വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ IISc IIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നിൽക്കണം എന്നുള്ളത്. ഇപ്പോൾ IIT IISc ഒക്കെ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ റൂമേഴ്സൊക്കെ കേൾക്കുന്നത്, ഇപ്പോൾ വിദേശത്തു നിന്നുള്ള PhD അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ മസ്റ്റായിട്ട് ചോദിക്കുന്നവരൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ IITകളുണ്ട്. ചില IITകളിലൊക്കെ അങ്ങനെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പണ്ട് IITയിലല്ല, പക്ഷേ ഒരു നല്ലൊരു റിസർച്ച് ലാബ്, പേര് ഞാൻ പറയുന്നില്ല, അവിടെ നോക്കിയപ്പോൾ അറ്റ്ലീസ്റ്റ് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഫ്രം ജർമ്മനി, UK, US ഓർ ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള രാജ്യത്ത് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി, അവരെ മാത്രമേ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണുള്ളൂ എന്ന് ഓപ്പൺ ആയിട്ട് ലൈക്ക് ആ അഡ്വർടൈസ്മെൻറ്റിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സിസ്റ്റം. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ PhD നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കയ്യിൽ കൊടുക്കാൻ ഏതെങ്കിലും കോളേജിൽ കൊടുത്ത് കയറാൻ പൈസ ഇല്ലാത്തവർ, അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാത്തവർ, ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ കുറച്ച് പുറത്ത് നോക്കി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, വേൾഡ് റാങ്കിങ്ങിൽ ഇപ്പോൾ ഒരു 100 അല്ലെങ്കിൽ ഒരു ആ ഒരു റാങ്കിങ്ങിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഹൈ റാങ്കിങ്ങിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക.
അങ്ങനെ കിട്ടില്ല എന്ന് വിചാരിക്കേണ്ടത് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അതാണ് എനിക്ക് അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ സ്റ്റേജിൽ നിൽക്കുന്നവരോട് പറയാനുള്ളത്. ഇനി ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഏത് രാജ്യത്തേക്ക് PhD അപ്ലൈ ചെയ്യുന്നത് നല്ലത് നമ്മൾ ബേസ് ചെയ്യണത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ യു കെയിലാണ് PhD ചെയ്തത്. എനിക്ക് ഏകദേശം ഒരു 3.5 വർഷം കൊണ്ട് എൻ്റെ PhD 3 വർഷം കൊണ്ട് എൻ്റെ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. 2.25 വർഷം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എഴുത്തിന് ഞാനൊരു 3 മാസത്തോളം തീസിസ് ഒരു 3 മാസം കൊണ്ട് എഴുതി. പിന്നെ ഞാൻ വേറെ കുറച്ച് കൊളാബറേറ്റീവ് പ്രൊജക്റ്റൊക്കെ ഉള്ള ക്ലിയറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 മാസം എടുത്തു. അങ്ങനെ ഒരു 3.5 വർഷം കൊണ്ടാണ് മൊത്തത്തിൽ എൻ്റെ PhD തീർന്നത്. പിന്നെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു, യൂണിവേഴ്സിറ്റി നല്ലതായിരുന്നു, സൂപ്പർവൈസർ സൂപ്പറായിരുന്നു. എന്താ പറയുക, എനിക്ക് പ്രഷറോ സ്ട്രെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മെൻ്റൽ ഹെൽത്തൊക്കെ ഓക്കെയാണ് ഈവൻ ആഫ്റ്റർ മൈ PhD. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ UK അങ്ങനെയുള്ളതുണ്ട്. പക്ഷേ മോശം അനുഭവമുള്ളവരുണ്ട്, പക്ഷേ അതൊക്കെ റയർ കേസുകൾ. അപ്പോൾ നമുക്ക് പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു PhDക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ സൂപ്പർവൈസർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. പക്ഷേ അതുപോലെ തന്നെ ഒരു ഡ്രോബാക്ക് ഉള്ളത്, ഇപ്പോൾ ഫണ്ടിങ് നമ്മൾ പറയുകയാണെങ്കിൽ 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 3.5 വർഷത്തേക്കൊക്കെയാണ് നമുക്ക് മാക്സിമം ഫണ്ടിങ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ PhD തീർക്കാനുള്ളൊരു പ്രഷർ നമ്മുടെ മേൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ PhD നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്ത് പാസ്സാവണമെങ്കിൽ ഇവിടെ UK നിയമപ്രകാരം നമുക്ക് പേപ്പർ പബ്ലിഷ് ചെയ്യണമെന്നൊന്നുമില്ല. പേപ്പർ ഇല്ലാതെ തന്നെ നമുക്ക് PhD കംപ്ലീറ്റ് ചെയ്യാം. പേപ്പർ ഉണ്ടെങ്കിൽ നല്ലൊരു ബെനിഫിറ്റാണ്. ഇപ്പോൾ നമ്മുടെ എക്സാമിനേഴ്സൊക്കെ ഈസി ആയിട്ട് നമ്മൾ പാസ്സാക്കും പേപ്പർ ഉണ്ടെങ്കിൽ. പിന്നെ എക്സാമിന് ചോദ്യമൊന്നുമില്ല, പബ്ലിക് വൈവയ്ക്ക് ചോദ്യമൊന്നും ഉണ്ടാവില്ല. ഇനി ഓസ്ട്രേലിയയുടെ കേസ് പറഞ്ഞാലും യൂറോപ്പിലെ പല രാജ്യങ്ങളുടെ കേസ് പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ UK പിന്നെ ഒരു ഡ്രോബാക്ക് ഉള്ളത് എന്താ പറയുക, മറ്റേ ലിവിങ് എക്സ്പെൻസ് കുറച്ച് കൂടുതൽ. അപ്പോൾ എനിക്ക് കിട്ടിയത് ലണ്ടനിലാണ്. അപ്പോൾ എക്സ്പെൻസൊക്കെ നോക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റിയ വേഴ്സായിട്ടുള്ളൊരു സിറ്റിയാണ് ലണ്ടൻ. ഇപ്പോൾ ഓക്സ്ഫോർഡിലാണ് ഞാൻ ഫസ്റ്റ് ഇയർ എൻ്റെ ഫസ്റ്റ് ഇയർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ ഓക്സ്ഫോർഡും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ലണ്ടൻ അതിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ UK ഏതെങ്കിലും ഇപ്പോൾ മാഞ്ചസ്റ്ററൊക്കെ കുറച്ച് ചീപ്പായിട്ട് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിൽ ഇപ്പോൾ എഡിൻബറോ യൂണിവേഴ്സിറ്റിയൊക്കെ ആണെങ്കിൽ സൂപ്പർ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ നല്ല റാങ്കിങ് ഉണ്ട്, നല്ല റിസർച്ച് ഫെസിലിറ്റീസൊക്കെ കിട്ടാവുന്ന, നല്ല സയൻസ് സ്റ്റെമ്മിലൊക്കെ നല്ല PhD ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂറോപ്പിൽ എൻ്റെ PhD ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഈ പറഞ്ഞ പോലെ അവർക്ക് സാലറി നമ്മളെക്കാൾ ഇവിടെ UK കിട്ടുന്നതിനേക്കാളും നല്ല അടിപൊളി സാലറി കിട്ടും. ഇപ്പോൾ മേരി ക്യൂറിയൊക്കെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സാലറി കിട്ടും. പക്ഷേ ടാക്സ്ഡ് ആയിരിക്കും, ലിവിങ് എക്സ്പെൻസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സേവിങ്സ് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ യൂറോപ്പിലുള്ള രാജ്യങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ US നോക്കുകയാണെങ്കിൽ എനിക്ക് US ആക്ച്വലി ഒരു ടോപ്പ് സയൻറ്റിസ്റ്റുകൾ, അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഫീൽഡിൽ ഒരു ടോപ്പ് സയൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് ഞാൻ ഇമെയിൽ അയച്ചപ്പോൾ ആൾക്കാരുടെ പ്രൊഫൈലൊക്കെ ഇഷ്ടപ്പെട്ട ഒരാൾ എന്നോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേജിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ശരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫീസ് ഉണ്ട്, ആപ്ലിക്കേഷന് ഫീസ് ഉണ്ട്. അപ്പോൾ അത് അത്യാവശ്യം അന്ന് എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ചെയ്യാത്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല, കാരണം ഇവിടെയും ഞാൻ നല്ലൊരു ഗ്രൂപ്പിലാണ്. പക്ഷെ അന്ന് ഞാനത് ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ആ പൈസ വേസ്റ്റ് ആവില്ല എന്നുള്ള രീതിയിൽ അതൊരു ഡ്യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി. അപ്പോൾ വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പ് 25 റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി ആവും അങ്ങനെ. അതെ, അപ്പോൾ US കാര്യം അതാണ്. അത് കുഴപ്പമൊന്നുമില്ല, ആവശ്യമുള്ളവർക്ക് എൻ്റെ എനിക്ക് തോന്നുന്നു PhD നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എന്താ പറയുക ആക്സെപ്റ്റൻസ് ചാൻസ് കുറച്ച് കൂടുതലുള്ളത് US തോന്നുന്നു. അപ്പോൾ നമ്മൾ PhDക്ക് US പോകാൻ റെഡി ആണെങ്കിൽ, പിന്നെ വിസയുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോലെയല്ല. വിസ റിജക്ഷൻ്റെ റേറ്റൊക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷേ PhDക്ക് കിട്ടാൻ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും 2-3 യൂണിവേഴ്സിറ്റിയിലേക്ക്, ഇപ്പോൾ ടോപ്പ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ MIT പോലത്തെ യൂണിവേഴ്സിറ്റിക്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അത്ര നല്ല പ്രൊഫൈലും ഇതൊക്കെ ആയിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ലിവിങ് എക്സ്പെൻസ് കുറഞ്ഞ സിറ്റിയിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക, ഏതെങ്കിലും സൂപ്പർവൈസറിനെ കോൺടാക്ട് ചെയ്യുക. അതൊക്കെ ഒരു മടിയും വിചാരിക്കേണ്ടതൊക്കെ ചെയ്തു, ഒരു പ്രശ്നമില്ല. LinkedIn വഴിയായാലും ഇമെയിൽ വഴിയായാലും ഒക്കെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് അവരെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇത് കിട്ടാണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു 2-3 യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക, കുറച്ച് പൈസ സേവ് ചെയ്യുക. അതുപോലെ തന്നെ IELTS, TOEFL അങ്ങനെയുള്ള എക്സാമുകളൊക്കെ പാസ്സാവാനുള്ള കാര്യങ്ങൾ നോക്കാം. അതൊക്കെയാണ് ഇപ്പോൾ US കാര്യം. പിന്നെ US ഞാൻ നോക്കിയിട്ട് US പോകാണ്ടിരുന്നതിൻ്റെ എനിക്കൊരു നല്ലൊരു ഗുണം തോന്നിയത്, 5ാമത്തെ വർഷം ഞാനിവിടെ PhDക്ക് ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ 4ാമത്തെ വർഷം PhDയിലായിരുന്നു. എൻ്റെ PhD കഴിഞ്ഞിട്ട് ഇപ്പോഴും അവൻ്റെ PhD അവിടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 6-7 വർഷം, ആവറേജ് 7 വർഷമൊന്നുമില്ല, എന്നാലും ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള കുറേ പേർക്ക് 7 വർഷത്തോളം PhDക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു
വലിയ ഡ്രോബാക്ക്. നമ്മളൊരു ജസ്റ്റ് ഒരു ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് അത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിക്കുള്ള സാധ്യതകൾ കൂടുതൽ US-ലാണ്. ഇപ്പോൾ ഇൻഡസ്ട്രികളായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടുത്തെ പ്രൊഫസേഴ്സിനൊക്കെ ചിലപ്പോൾ സ്വന്തമായിട്ട് കമ്പനി ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ജോലി അവസരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് US-ആണ്. അതുപോലെ തന്നെ പിന്നെ ഭാവിയിലേക്ക് നമുക്ക് പൈസ സേവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയാലും US ബെസ്റ്റാണ്. ഓസ്ട്രേലിയയിൽ ഈ പറഞ്ഞ പോലെ ഒരു 3.5-4 വർഷത്തിനുള്ളിൽ നമുക്ക് PhD തീർക്കാൻ പറ്റും. സാലറി കുഴപ്പമില്ല, ലിവിങ് എക്സ്പെൻസ് കുറഞ്ഞ സിറ്റി ആണെങ്കിൽ ജീവിക്കാനും കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ നാട്ടിൽ നിന്നുള്ള യാത്രാ ദൂരം, അതിപ്പോൾ US-ലേക്കായാലും അങ്ങനെ തന്നെയാണ്, യാത്രാ ഡിസ്റ്റൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ UK എന്നാണെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഓവർനൈറ്റ് ഫ്ലൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ കൊണ്ട് നമുക്ക് കൊച്ചിയിൽ പോയി ഇറങ്ങാം, സുഖമായിട്ട് വീട്ടിലെത്താം. പക്ഷേ US-ലോട്ടോ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതൊരു യാത്രാ സമയം എന്നുള്ളതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. നമ്മളത് കുറച്ച് നാൾ പുറത്ത് ജീവിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. നമ്മളിപ്പോൾ അടുത്താവണതിൻ്റെ ഗുണം. ഇപ്പോൾ എനിക്കൊക്കെ ഒരു 6 മാസം കൂടുമ്പോൾ നാട്ടിൽ സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റും എന്നുള്ളൊരു ഇതിലുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ചത്തെ ലീവ് കിട്ടിയാലൊക്കെ പോകണം. പക്ഷേ US-ൽ നിന്നൊക്കെ പോകുന്ന ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവർ മുന്നേ ഇപ്പോൾ ഒരു 5-6 മാസം മുന്നേയൊക്കെ ട്രാവൽ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓക്കെയാണ്. US-ൽ ഇപ്പോൾ ഞാൻ പോയിട്ട് ലിവിങ് ഒക്കെ അടിപൊളിയാണ്. ലിവിങ് സ്റ്റൈൽ എന്താ പറയുക, നമ്മളിവിടെ കിട്ടണ സ്റ്റൈപ്പൻഡ് മുഴുവൻ ഏകദേശം റെൻറ്റ് കൊടുത്തും കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചും ജിമ്മിലൊക്കെ കൊടുത്ത് അതോടുകൂടി തീരും. പക്ഷേ US-ലും തീരും, പക്ഷേ അവിടുത്തെ ലൈഫ് കുറച്ചും കൂടെ ബെറ്ററാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അവിടെ ഒരു കാറ് മേടിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് പാസ്സാവുക, ക്രെഡിറ്റ് ചെക്ക് പാസ്സാവുക, അല്ലെങ്കിൽ ഒരു വീട് പുതിയത് കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതിനേക്കാളും ബെറ്ററാണ്. ഇപ്പോൾ ന്യൂയോർക്ക് പോലത്തെ സിറ്റി ഒന്നും അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്ററാണ്. ഞാൻ പിന്നെ കുറച്ച് ലണ്ടനിലായതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രഗിൾ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു ഫാക്ടർ, ഇപ്പോൾ PhD നമ്മൾ ചെയ്തു, ഏതെങ്കിലും ഒരു രാജ്യത്തും ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നവരാണെങ്കിൽ ഓക്കെ, നാട്ടിലെ ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലോ എന്തെങ്കിലും നമ്മളൊരു പ്രൊജക്റ്റിലൊക്കെ ജോയിൻ ചെയ്ത് നമ്മളുടെ പ്രൊഫൈൽ വലുതാക്കുക. അതല്ല ഇനിയിപ്പോൾ പുറം രാജ്യങ്ങളിലേക്ക് സെറ്റിൽ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ ഇമിഗ്രേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റിസർച്ച് ജോലികൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ PhD ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയൊരു ഗുണം, അവർക്ക് ഈ മറ്റ് രാജ്യങ്ങളുടെ ബോർഡർ കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കും. ഒരു സാധാരണ മറ്റ് തരം ജോലികൾ ചെയ്യുന്ന ആളുകളെക്കാളും ബോർഡർ കുറച്ച് ഓപ്പൺ ആയിരിക്കും PhD അല്ലെങ്കിൽ റിസർച്ച് ജോലികൾക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ UK-ൽ ഇപ്പോൾ നമുക്ക് ഒരു PhD ഉണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലോബൽ ടാലൻറ്റ് വിസ എന്ന് പറഞ്ഞിട്ടൊരു വിസയുണ്ട്. അത് PhD വേണമെന്നൊന്നും നിർബന്ധമില്ല. അത് ഗ്ലോബൽ ടാലൻറ്റുകളെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്നൊരു വിസയാണ്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ PhD ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 2 വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഞാൻ 2 പേപ്പർ പബ്ലിഷ് ചെയ്ത് കുറച്ച് കോൺഫറൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ്റിനോട് ചോദിക്കാം, എനിക്കൊരു ഗ്ലോബൽ ടാലൻറ്റ് വിസ വേണം, ഇവിടെ എനിക്ക് ഇങ്ങനെയുണ്ട്. അപ്പോൾ 3 വർഷം മുതൽ 5 വർഷം വരെ നമുക്ക് വിസ കിട്ടും. അപ്പോൾ എൻ്റെ പാർട്ട്ണർ ഗ്ലോബൽ ടാലൻറ്റ് വിസയിലാണ് ഇപ്പോൾ ഉള്ളത്. ആൾ ഇവിടെ ഒരു പോസ്റ്റ് ഡോക്ടറൽ സയൻറ്റിസ്റ്റാണ്, ഒരു ഇൻഡസ്ട്രിയൽ പോസ്റ്റ് ഡോക്ടറൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇതുണ്ട്. ആൾ എൻ്റെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇവിടെ വന്നു, എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ ജോലി കിട്ടിയപ്പോൾ നമ്മൾ ആ വിസയിലേക്ക് മാറി. ആ വിസയിലേക്ക് മാറി കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 3 വർഷം കൊണ്ട് ഇവിടുത്തെ പെർമനൻറ്റ് റെസിഡൻഷിപ്പ് കിട്ടും. അതുപോലെ തന്നെ 4ാമത്തെ വർഷം നമുക്ക് പാസ്പോർട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ സ്ലോവേനിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ല പബ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സിറ്റിസൺഷിപ്പ് നേരിട്ട് കിട്ടും. ഇപ്പോൾ അവിടെ തന്നെ PhD ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പ് നേരിട്ട് നമുക്ക് സ്ലോവേനിയ പോലത്തെ രാജ്യം. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതാണ്. US-ൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഇതിനേക്കാളും കുറവായിരിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ഗ്രീൻ കാർഡ് അങ്ങനെയൊക്കെയാണ്. ഓസ്ട്രേലിയയിൽ കുഴപ്പമില്ല. ഓസ്ട്രേലിയ കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ് മൈഗ്രേഷൻ ഇതിനൊക്കെ. അവിടുത്തെ വിസ കാറ്റഗറി ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷേ ജനറലി നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുറേ പേർക്കൊക്കെ വിസ റിജക്ഷനൊക്കെ വന്നിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരു കോൺഫറൻസിന് പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് ആവശ്യങ്ങൾക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് വിസ കിട്ടും. എനിക്ക് ജർമ്മനിയിലേക്കും US-ലേക്കൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ വിസ പാസ്സായി. US-ലേക്കൊക്കെ 10 വർഷത്തേക്കുള്ള വിസ ഇപ്പോൾ കിട്ടുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള വേറെ രാജ്യക്കാർ ഒക്കെ വിസ റിജക്റ്റ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ തുലനം ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്നത്
പൈസ, ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളെ മെൻ്റൽ ഹെൽത്ത്, ഡ്യൂറേഷൻ, ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ യൂറോപ്പിലുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ PhD ചെയ്യുന്നതായിരിക്കും ഈ ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ. സെക്കൻഡ് റാങ്കിൽ വരുന്നത് UK ആയിരിക്കും, തേർഡിൽ ഓസ്ട്രേലിയ. UKയും ഓസ്ട്രേലിയയൊക്കെ ഏകദേശം സെയിമാണ്. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ കുറച്ചും കൂടെ ബെറ്റർ ആവാനാണ് സാധ്യത, കാരണം ലിവിങ് എക്സ്പെൻസ് ഇത്ര ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. ഇത്ര ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ US ഇത് എല്ലാം നോക്കുമ്പോൾ, പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ഡൗൺ സൈഡുകളും അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഗുണങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒന്നും കൂടി ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ, റിസർച്ച് ഹെൽപ്പൊക്കെ ആവശ്യമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.